ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനം ഉം. ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ യുദ്ധ പടക്കോപ്പുകളിലൊന്ന്. അത് പക്ഷേ താഴെ വീണു എന്നൊരു വാർത്ത അത് പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിന് എന്തൊക്കെയോ അപ്ഡേഷൻസ് പല രീതിയിൽ വരുന്നുണ്ടല്ലോ അത്? അതെ, സത്യമാണ്. അത് സംബന്ധിച്ച് ഒരു അവ്യക്തത ഉണ്ടെന്നുള്ളതും വാസ്തവം തന്നെയാണ്. കാര്യം ഇത് സംബന്ധിച്ച് ഈ ദസോത്ത് ഏവിയേഷൻസ്, അതാണ് ഫ്രാൻസിലുള്ള ദസോത്ത് ഏവിയേഷൻസ് ആണ് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ CEO എറിക് ട്രാപ്പിയർ എന്നാണ് അയാളുടെ പേര്. ഇയാളെ കോട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഒരു ഫ്രഞ്ച് പ്രതിരോധ മാഗസീന് കൊടുത്ത അഭിമുഖത്തിൽ ഇന്ത്യയുടെ ഒരു റഫേൽ യുദ്ധവിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആണ് ആ അപകടം ഉണ്ടായത് എന്നാണ് ഇത് പറയുന്നത്. അത് കാരണമായി പറയുന്നത് ഏതാണ്ട് 12,000 അടി ഉയരത്തിൽ നടത്തിയ ഒരു പരിശീലന പറക്കലിനിടയിൽ ഒരു സാങ്കേതിക തകരാറുണ്ടായി ഒരു ഇന്ത്യയുടെ റഫേൽ വിമാനം നഷ്ടപ്പെട്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് കോട്ട് ചെയ്തുകൊണ്ട് ചിലർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇത്തരത്തിൽ ഇന്ത്യക്കൊരു വിമാനം നഷ്ടപ്പെട്ടു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. എന്നാൽ അത് പിന്നീട് ഈ ദസോത്ത് ഏവിയേഷൻസുകാർ തന്നെ രംഗത്തെത്തിയിട്ട് ഈ CEO മുൻപ് പറഞ്ഞ, അതായത് ഈ ടെക്നിക്കൽ സാങ്കേതിക പ്രശ്നം കൊണ്ട് ഒരു വിമാനം തകർന്നു എന്ന് പറയുന്ന അത്തരത്തിൽ ഒരു പരാമർശമേ നടത്തിയിട്ടില്ല എന്ന് ഇവരിപ്പോൾ ദസോത്ത് ഏവിയേഷൻസ് വിശദീകരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഫ്രഞ്ച് മിലിറ്ററി മന്ത്രാലയം, അതായത് ഫ്രാൻസിൻ്റെ പ്രതിരോധ മന്ത്രാലയം ഒരു വിവരം കൂടി പുറത്തു വിടുന്നുണ്ട്. അതായത് ചൈന ബോധപൂർവം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനം തകർക്കപ്പെട്ടു എന്ന തരത്തിൽ അവരുടെ എംബസികൾ കേന്ദ്രീകരിച്ച്, ചൈനീസ് എംബസികൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ പ്രചരണം നടത്തി. അത് ബോധപൂർവം ഈ ഫ്രാൻസിൻ്റെ റഫേൽ യുദ്ധവിമാനങ്ങളെ വില കുറച്ച് കാണുന്നതിന്, അല്ലെങ്കിൽ അവരെ കരിവാരി തേക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയ ശ്രമങ്ങളാണ്. കാരണം ഈ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾക്കൊക്കെ അവർക്ക് കുറച്ച് പൈസ ലാഭമുള്ളത് ചൈനയുടെ വിമാനങ്ങളാണ്, കുറച്ചുകൂടി വിലക്കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത കൂടി കണക്കാക്കി ചൈന ബോധപൂർവം ഇത്തരത്തിലൊരു പ്രചാരണം അഴിച്ചുവിട്ടുവെന്നാണ് ഫ്രാൻസിൻ്റെ പ്രതിരോധ മന്ത്രാലയം ആരോപിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ CEO ഇങ്ങനെ നേരത്തെ തന്നെ ദസോത്ത് ഏവിയേഷൻസുകാർ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് പാകിസ്ഥാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഇന്ത്യയുടെ 3 റഫേൽ വിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടു എന്ന തരത്തിൽ. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഈ ദസോത്ത് ഏവിയേഷൻസ് അധികൃതർ ഒരു വിശദീകരണം തരുന്നത്, അങ്ങനെ ഒരു വിവരമേ അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു യുദ്ധമുന്നണിയിൽ അത്തരം ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ അത് റഫേലിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ്. ഒരു യുദ്ധമുന്നണിയിൽ ഇതുവരെ ഒരു റഫേൽ യുദ്ധവിമാനം തകർക്കപ്പെട്ടിട്ടില്ല. ഈ പാകിസ്ഥാൻ അപ്പോൾ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വെടിവെച്ചിട്ടാണെന്ന് പറയുന്നത്? അത് ഒരു നീണ്ട കഥയാണ്. അതായത് ഈ റഫേൽ യുദ്ധവിമാനത്തിൻ്റെ അതിൻ്റെ പോരാട്ട മികവ് മാത്രമല്ല, അതിൽ ചില നുണുക്ക് വിദ്യകൾ കൂടി അതിൽ യോജിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു അപകട സന്ധിയിൽ പെട്ടുകഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോരാനുള്ള സംവിധാനങ്ങൾ കൂടി ആ വിമാനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് റഫേലിൻ്റെ എക്സ് ഗാർഡ് എന്ന് അറിയപ്പെടുന്ന ഒരു സംവിധാനം, കൃത്യമായി പറഞ്ഞാൽ റഫേലിൻ്റെ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം, അതാണ് എക്സ് ഗാർഡ് എന്ന് അവർ ചുരുക്കി വിളിക്കുക. അതായത് ഈ വിമാനത്തിൻ്റെ ചിറകിൻ്റെ അടിയിൽ ഒരു ചെപ്പിൻ്റെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു സംവിധാനം. അത് ഒരു 100 മീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ് ഇത് ബന്ധിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഈ വിമാനം ഒരു അപകട സന്ധിയിലെത്തി എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കാൻ പോകുന്നു എന്ന് പൈലറ്റിന് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, സാധാരണഗതിയിൽ ഒരു മിഷന് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ, ആ മിഷൻ ചെയ്തു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഈ വിമാനത്തിനെതിരെ പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ഈ പൈലറ്റ് ആ സമയത്ത് ഈ വിമാനത്തിൻ്റെ ചിറകിനടിയിലെ ഈ ചെപ്പിൽ ഒളിപ്പിച്ച് വെച്ച ഈ പറയുന്ന എക്സ് ഗാർഡിനെ അങ്ങ് തുറന്നു വിടും. അത് ഈ 100 മീറ്റർ ഫൈബർ കേബിൾ വഴി ബന്ധിപ്പിച്ചതിൻ്റെ അറ്റത്ത് ഒരു സംവിധാനമുണ്ട്. ഈ കേബിളിൻ്റെ അറ്റത്തുള്ള ഈ സംവിധാനം ഉപയോഗിച്ച് അത് ഈ വിമാനത്തിൻ്റെ ഏത് വിമാനമാണോ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ വിമാനത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റഡാർ സിഗ്നലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു തരം മിമിക്രി പരിപാടി. ആ റഫേൽ, ഇപ്പോൾ ഒരു റഫേൽ വിമാനത്തിൽ ഇത് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ റഫേലിൻ്റെ തന്നെ സിഗ്നലുകൾ 100 മീറ്റർ ഇപ്പുറം ഈ സംവിധാനം, ഈ എക്സ് ഗാർഡ് എന്ന് പറയുന്ന സംവിധാനം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശത്രു രാജ്യത്തുള്ളവരുടെ റഡാറുകൾക്ക് ഈ യഥാർത്ഥ വിമാനത്തിൻ്റെ സ്ഥാനവും ഈ പറയുന്ന എക്സ് ഗാർഡിൻ്റെ സ്ഥാനവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ഈ മാറിപ്പോകുന്ന അനുസരിച്ചായി ഈ എക്സ് ഗാർഡിൻ്റെ സ്ഥാനം അനുസരിച്ചായിരിക്കുമല്ലോ അവർ ഈ വ്യോമ പ്രതിരോധ മിസൈലുകൾ അയക്കുക.
അപ്പോൾ അത്തരത്തിലുള്ള മിസൈലുകൾ വന്നാൽ അതിപ്പോൾ എയർ ടു എയർ മിസൈലായാലും മറ്റൊരു വിമാനത്തിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലായാലും ശരി, ഭൂമിയിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലായാലും ശരി, അതിനെ ലക്ഷ്യം തെറ്റിക്കാൻ ഈ എക്സ് ഗാർഡിനെ കൊണ്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ എക്സ് ഗാർഡ് സ്വന്തമായി തന്നെ സിഗ്നലുകൾ പുറപ്പെടുവിച്ച് ഈ മിസൈലുകളെ വഴിതെറ്റിക്കാനുമുള്ള മിടുക്കുമുണ്ട്. അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ് ഗാർഡിനെ തിരിച്ച് നമ്മുടെ വിമാനത്തിനുള്ളിലേക്ക് തിരിച്ചു കയറ്റാനും പറ്റും. അപ്പോൾ റീയൂസബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ എക്സ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഉറപ്പായിട്ടും ഈ റഡാറിൽ ഈ റഫേലിനെ കണ്ടെത്തുകയും അതിനെതിരെ മിസൈൽ തൊടുകയും പിന്നീട് ആ പറയുന്ന റഡാർ സിഗ്നലിൽ ആ വിമാനം ഇല്ലാതായി എന്ന് കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ധരിക്കുക അവരൊരു റഫേൽ വിമാനം വീഴ്ത്തിയെന്ന് തന്നെയാണ്. പക്ഷെ അവരെ ലക്ഷ്യമിട്ടത് ഈ പറയുന്ന വിമാനത്തിൻ്റെ ഈ എക്സ് ഗാർഡ് എന്ന് പറയുന്ന ഇതിൻ്റെ വാല് പോലെ പുറകിലോട്ട് ഇങ്ങനെ നീട്ടിയിടും. അത് പൈലറ്റിൻ്റെ ഒരു ഇഷ്ടാനുസരണം ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ എക്സ് ഗാർഡിനെ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിട്ടുണ്ടാകുക. നേരത്തെ തന്നെ ഈ ദസോട്ട് ഏവിയേഷൻസിൻ്റെ CEO മുൻപ് നടത്തിയൊരു അഭിമുഖത്തിൽ ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്തെന്ന് നിങ്ങൾ അറിയുമ്പോൾ അത് നിങ്ങൾ ഞെട്ടിക്കുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ചില വാർത്തകളൊക്കെ വന്നിരുന്നത് ആ സമയത്ത് വന്നത് ഇന്ത്യ ഡമ്മി വിമാനങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ പൈലറ്റ് ഇല്ലാത്ത ഡമ്മി വിമാനങ്ങളാണ് ഈ പറയുന്ന റഫേലിൻ്റെ റഡാർ സ്റ്റാമ്പുകളുമായി അയച്ച് പാകിസ്ഥാൻ ആ ഡമ്മി വിമാനങ്ങളെ ആയിരിക്കാം വെടിവെച്ചിട്ടത് എന്നുള്ള തലത്തിലാണ് വാർത്തകളെന്ന് വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അങ്ങനെ ഡമ്മി വിമാനങ്ങളല്ല, ഈ പറയുന്ന റഫേലിൻ്റെ എക്സ് ഗാർഡ് എന്ന് പറയുന്ന, അതായത് ഈ വിമാനത്തെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പായി നിൽക്കുമ്പോഴായിരിക്കും വെറുതെ ഒന്നുമില്ലാണ്ട് ആകാശത്തേക്ക് വെടിവെച്ച് വെറുതെ മിസൈലൊക്കെ ഇട്ടിട്ട് കളയും. അതായത് ഈ വിമാനത്തെ ഈ പറയുന്ന റഫേൽ എന്ന് പറയുന്ന വിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ദസോത്ത് ഏവിയേഷൻസുകാർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ വിമാനത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ പറയുന്ന എക്സ് ഗാർഡ് എന്ന് പറയുന്ന സംവിധാനം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ് ഗാർഡിനെ കുറിച്ച് ഒരു വാർത്ത അല്ലെങ്കിൽ എക്സ് ഗാർഡ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടെന്ന് തന്നെയുള്ള കാര്യം ലോകം മുഴുവൻ അറിയുന്നു. അതിന് പാകിസ്ഥാൻകാർ കാരണമായി എന്നുള്ളതാണ്. അവർ അവകാശപ്പെടുന്നത് 6 വിമാനങ്ങൾ ഇന്ത്യയുടേത് വെടിവെച്ചിട്ടു, അതിൽ 3 റഫേൽ എന്നാണ്. അതായത് 3 എക്സ് ഗാർഡുകൾ പണിയെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ഇപ്പോഴും ആ വാർത്ത നിഷേധിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ഒരു കാരണവശാലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രതിരോധ സെക്രട്ടറി RK സിംഗ് ഒരു കാരണവശാലും ഇത്തരത്തിൽ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയുടെ വിമാനങ്ങൾ വീഴ്ത്തിയിട്ടില്ല. ഒരു പക്ഷേ വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദസോത്ത് ഏവിയേഷൻ CEO പറഞ്ഞ മാതിരി ഒരു പരിശീലന പറക്കലിനിടയിൽ 12,000 അടി ഉയരത്തിൽ നടന്ന ഒരു സാങ്കേതിക പിഴവ് മൂലം ഒരു വിമാനം വീണിട്ടുണ്ടാകാം. അത് നമുക്കതിന് സ്ഥിരീകരണമില്ല. അത് സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം ഇതുവരെ എയർഫോഴ്സ് പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും നേരത്തെ നമ്മുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് CDS അനിൽ ചൗഹാനും സമാനമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. പാകിസ്ഥാൻ്റെ ഈ 6 വിമാനങ്ങൾ വീഴ്ത്തി എന്നുള്ള അവകാശവാദം പൊള്ളയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ചില വിമാനങ്ങൾ നമുക്ക് താഴെ ഇറക്കേണ്ടി വന്നു, താഴെ എത്തി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അത് ഏത് അർത്ഥത്തിലുള്ള താഴെയെത്തലാണ് നമുക്കിപ്പോഴും വ്യക്തമല്ല. അത് തകർന്നിട്ടാണോ അതോ സാങ്കേതിക പിഴവ് കൊണ്ട് താഴെ ഇറക്കിയതാണോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം അപ്പോഴും ഒരു വാക്കുകൂടി പറഞ്ഞത് നമ്മൾ പിന്നീട് തിരിച്ചടിച്ചു, അങ്ങനെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു, അങ്ങനെയാണ് ഇന്ത്യ മേധാവിത്വം നേടിയത് എന്നുള്ളതും പറയും. ഏതായാലും ഇപ്പോൾ റഫേലിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഏതാണ്ട് മാറിയെന്നാണ്. ഒരു റഫേൽ നമ്മുടെ യുദ്ധമുന്നണിയിൽ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ്റെ അവകാശവാദത്തിൻ്റെ കാരണം എക്സ് ഗാർഡാണ്.